بسم الله الرحمن الرحيم الحمد لله رب العالمين സർവസ്തുതിയും അല്ലാഹുവിനാണ്. സ്തോത്രങ്ങൾ അഖിലവും അല്ലാഹുവിനുള്ളതാണ്. ആ അല്ലാഹു ആരാണ്? റബ്ബിൽ ആലമീൻ. സർവലോകങ്ങളുടെയും പരിപാലകനാണ്, സർവലോകങ്ങളുടെയും രക്ഷിതാവാണ് ആ അല്ലാഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിന് രണ്ട് പാർട്ടുകളുണ്ട്. ഒന്ന് അൽഹംദുലില്ലാ, മറ്റേത് റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാ എന്നത് അള്ളാഹുവിനെ സ്തുതിക്കുന്ന വേടാണെങ്കിൽ റബ്ബിൽ ആലമീൻ എന്നത് അള്ളാഹുവിൻ്റെ മറ്റൊരു നാമമാണ്. റഹ്മാൻ, റഹീം എന്നൊക്കെ പറഞ്ഞ നാമങ്ങൾ പോലെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള, വളരെയധികം അർത്ഥതലങ്ങളുള്ള ഒരു മുഅ്മിൻ നിർബന്ധമായും പഠിച്ചറിയൽ അത്യാവശ്യമായ മറ്റൊരു നാമമാണ് റബ്ബുൽ ആലമീൻ. അതുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിനെ ഈ രണ്ട് ഭാഗങ്ങൾ സെപ്പറേറ്റായി ഒറ്റക്കൊറ്റക്കായി തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ആദ്യം അൽഹംദുലില്ലാ നോക്കാം. വിശുദ്ധ ഖുർആനിൽ ഹംദ് കൊണ്ട് തുടങ്ങുന്ന അധ്യായങ്ങൾ വേറെയും കാണാം, ഫാത്തിഹ മാത്രമല്ല. അൽഹംദുലില്ലാ എന്നതുകൊണ്ട് തുടങ്ങുന്ന സൂറകൾ, അധ്യായങ്ങൾ വേറെയും ഖുർആനിൽ കാണാം. നിങ്ങളെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ എന്തോ അറിയില്ല, ഏതായാലും ഉണ്ട്. ഫാത്തിഹ അടക്കം 5 സൂറകൾ അൽഹംദുലില്ലാ കൊണ്ടാണ് തുടങ്ങുന്നത്. ഒന്ന് ഫാത്തിഹ തന്നെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. 2 സൂറത്ത് അൻആം സ്റ്റാർട്ട് ചെയ്യുന്നത്, തുടങ്ങുന്നത് അൽഹംദുലില്ലാ കൊണ്ടാണ്. അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർള വജഅലൻ നൂറ വൽ ളുലുമാത് സുമ്മല്ലദീന കഫറൂ ബിറബ്ബിഹിം യഅദിലൂൻ. അൽഹംദുലില്ലാ, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലദീ, അവൻ ആരാണെന്നറിയോ? ഖലഖസ് സമാവാതി വൽ അർള, ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചവനാണവൻ. വജഅലൽ ളുലുമാതി വന്നൂർ, ഇരുളിനെയും ഇരുട്ടിനെയും വെളിച്ചത്തെയും സംവിധാനിച്ചവനാണവൻ. സുമ്മല്ലദീന കഫറൂ ബിറബ്ബിഹിം യഅദിലൂൻ, എന്നിട്ടും സത്യനിഷേധികൾ ഈ അല്ലാഹുവിന് പകരക്കാരെ അന്വേഷിക്കുകയാണ്. ആകാശവും ഭൂമിയും വെളിച്ചും ഇരുട്ടൊക്കെ സംവിധാനിച്ച അല്ലാഹനെ തിരിയാതെ പോയ മണ്ടന്മാർ പകരക്കാരനെ തേടി നടക്കുകയാണ്. സൂറത്ത് അൻആം അങ്ങനെ തുടങ്ങുന്നത്. 3 ഏതാ? അത് നമുക്ക് പരിചയമുള്ള ഒരു സൂറയാണ്, വെള്ളിയാഴ്ച ഓതുന്ന സൂറ അല്ലേ, കഹ്ഫ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ. അൽഹംദുലില്ലാ, സർവസ്തുതിയും അല്ലാഹുവിനുള്ളതാണ്. അല്ലദീ, അവനാരാൻ? അൻസല അലാ അബ്ദിഹിൽ കിതാബ, അവന്റെ ഇഷ്ടദാസന്റെ മേലിൽ വേദഗ്രന്ഥം ഇറക്കിയവനാണവൻ. വലം യജ്അൽ ലഹു ഇവജാ, ആ വേദഗ്രന്ഥത്തിൽ ഒരു വക്രതയുമില്ല, ഒരു കുഴപ്പവുമില്ലാത്ത കുറ്റമറ്റ വിധത്തിൽ കിതാബിനെ ഇറക്കിയ അല്ലാഹുവിനാണ് സർവസ്തുതിയും. 4-മത്തേത് ഏതാ? 4-മത്തേത് സൂറത്ത് സബ. അൽഹംദുലില്ലാഹില്ലദീ
ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് വലഹുൽ ഹംദു ഫിൽ ആഖിറ. അല്ലാഹുവിനാണ് സർവസ്തുതിയും. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, ആകാശങ്ങളിലുള്ളതൊക്കെയും അവൻ്റേതു മാത്രമാണ്. ഭൂമിയിലുള്ളതൊക്കെയും അവന് അധീനപ്പെട്ടിരിക്കുകയാണ്. അവൻ്റെ അധികാരകരങ്ങളിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിലകൊള്ളുന്നത്. വലഹുൽ ഹംദു ഫിൽ ആഖിറ, പരലോകത്തും സ്തുതിക്കർഹൻ അവൻ തന്നെ. ഈ ദുന്യാവിലെ കാര്യങ്ങൾ കിട്ടിയിട്ടുള്ള സ്തുതി മാത്രല്ല, വലഹുൽ ഹംദു ഫിൽ ആഖിറ, പരലോകത്തും സ്തുതി അവനു തന്നെ. അല്ലാഹു പഠിപ്പിക്കുകയാണ്. അഞ്ചാമത്തേത് ഏതാണ്? അഞ്ചാമത്തേത് സൂറത്ത് ഫാത്തിർ. അൽഹംദുലില്ലാഹ് ഫാത്തിരിസ് സമാവാതി വൽ അർളി ജാഇലിൽ മലായികതി റുസുലൻ ഉലി അജ്നിഹതിൻ മസ്നാ വസുലാസ വറുബാഅ്. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനാരാ? ഫാത്തിരി സമാവാതി വൽ അർള്, സപ്തവാനങ്ങളെയും ഭൂമിയെയും മുൻ പ്ലാനില്ലാതെ പടച്ചവൻ. ഒരു വീടുണ്ടാക്കണമെങ്കിൽ എത്ര പ്ലാൻ വരക്കണം? എഞ്ചിനീയർ തന്നെ വെട്ടിത്തിരുത്തി കുറെ വരക്കും, നമുക്ക് തന്നെ ഇഷ്ടപ്പെടൂല. ഒരു പ്ലാനും വരക്കാതെ, ഒരു മുന്നൊരുക്കവും നടത്താതെ കുൻ ഫയകൂൻ, പ്ലാൻ വരക്കാതെ സംവിധാനിച്ചു ഏഴാകാശങ്ങളെ, ഭൂമിയെയും അങ്ങനെ തന്നെ പടച്ചവനാണ്. ജാഇലിൽ മലായികതി റുസുലാ, അവന്റെ ദൂതന്മാർ മലക്കുകളാണ്. ഉലി അജ്നിഹതിൻ മസ്നാ വസുലാസ വറുബാഅ്, ഈ രണ്ട് ചിറകുകളുള്ള, മൂന്ന് വീതം ചിറകുകളുള്ള, 4 വീതം ചിറകുകളുള്ള മലക്കുകളാണ് അവന്റെ ദൂതന്മാർ. പക്ഷിന്റെ ചിറക് പോലെ ആയിരിക്കൂല കേട്ടോ മലക്കുകളുടെ ചിറക്. അതൊക്കെ ആലങ്കാരിക പ്രയോഗങ്ങളാണ്. ഖുർആൻ പറഞ്ഞതാണ്. അതങ്ങനെ വിശ്വസിക്കേ നിവൃത്തിയുള്ളൂ നമുക്ക്. 2, 3, 4 ചിറകുകളുള്ള ദൈവദൂതന്മാരായ മലക്കുകളെ സംവിധാനിച്ച അള്ളാഹു ഈ പ്രപഞ്ചത്തെ ഒരു പ്ലാനും വരക്കാതെ നെടിയിടയിൽ പടച്ചു വിട്ട അള്ളാഹു, അവന് സർവസ്തുതിയും. 5 സൂറത്ത് അൽഹംദുലില്ലാ കൊണ്ട് തുടങ്ങുകയാണ് അള്ളാഹു. ഈ 5 സൂറത്തിൽ 4 സൂറത്തും സ്തുതിക്കാൻ കാരണം, ചുമ്മാ സ്തുതിക്കൂലല്ലോ, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമ്പോഴല്ലേ സ്തുതിക്കുക. ഈ 5 സൂറകളിൽ അൽഹംദുലില്ലാ അള്ളാഹ് പറഞ്ഞതിന് അള്ളാഹു തന്നെ കാരണം പഠിപ്പിച്ചു തന്നത്. 4 ഒരൊറ്റ കാരണമാണ്. സൂറത്തുൽ കഹ്ഫിൽ മാത്രമാണ് ഖുർആൻ അവതരിപ്പിച്ചതിന് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത്. സൂറത്തുൽ കഹ്ഫിൽ അള്ളാന്റെ ദാസന്റെ മേൽ ഖുർആൻ ഇറക്കി തന്നതിന് അൽഹംദുലില്ലാ. ബാക്കിയുള്ള 4 സൂറകളും ഹംദിനു കാരണമായി പറഞ്ഞിരിക്കുന്നത് എന്താണ്? അല്ലാഹു പ്രപഞ്ചനാഥനാണ്, പ്രപഞ്ചത്തിന്റെ പരിപാലകനാണ്. ഇതാണ് ഹംദിന് കാരണം. ഫാത്തിഹയിൽ അങ്ങനെയല്ലേ ഉള്ളത് അല്ലേ? അൽഹംദുലില്ലാ പറയാനുള്ള പ്രചോദനം തന്നെ. അൽഹംദുലില്ലാ ഒരു മുഅ്മിനിൽ നിന്ന് ഫാത്തിഹ ഓതുമ്പോൾ പുറത്തേക്ക് അത് ഓത്ത് വരാനുള്ള കാരണം തന്നെ റഹ്മാനും റഹീമും ഉൾക്കൊണ്ട അവസ്ഥയിലാണ് വരുന്നത്. അവന്റെ കരുണക്കടലായ അള്ളാഹു, കാരുണ്യത്തിന്റെ തീവ്രതയും വ്യാപ്തിയും ഇതൊക്കെ ഉൾക്കൊണ്ട മുഅ്മിന് അൽഹംദുലില്ലാ എന്ന് പറയാണ്. ആ പറഞ്ഞതിന് വീണ്ടും കാരണം അവൻ റബ്ബിൽ ആലമീനാണ്. എല്ലാ ലോകങ്ങളെയും പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന നാഥനാണവൻ. അവൻ റബ്ബാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ. ഉമ്മാന്റെ പേരാണ് ശരിക്കും റബ്ബത്ത്. അൻതെലിദൽ അമത്തു റബ്ബത്തഹ കേട്ടിട്ടില്ലേ? റബ്ബത്ത് എന്ന് പറയുന്നത് സ്വന്തം മാതാവ്. വാത്സല്യത്തിന്റെ മൂർത്തരൂപമാണ് മാതാവ്. കൃപയുടെ കടലാണ് ഉമ്മ. മതം ദൈവമൊന്നും ഇല്ലാത്ത യുക്തിവാദികളും നിരീശ്വരവാദികളൊക്കെ സമ്മതിക്കും കാണപ്പെട്ട ദൈവമാണ് അമ്മ.
അതങ്ങനെയാണ്. മോന്തക്കുറ്റി നോക്കി ഒരു അടി വെച്ചുകൊടുത്ത് മകൻ തിരിച്ചു പോകുമ്പോൾ ഒരു വള്ളിയിൽ തടഞ്ഞ് വീഴുമ്പോൾ അല്ലോ എൻ്റെ പുള്ളാന്ന് തള്ള പറയും. അങ്ങനെയാണുള്ളത്. അങ്ങനെയാണ്. കുഞ്ഞുണ്ണി മാഷി രസകരമായിട്ട് പറയുന്നുണ്ട് അമ്മ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഉണ്ണി വെറുമൊരു കുഞ്ഞായിരുന്നപ്പോൾ ഉണ്ണിക്കെല്ലാറ്റിനും അമ്മ വേണം. അല്ലേ? ഉണ്ണി വെറും കുഞ്ഞായപ്പോ എല്ലാ കാര്യത്തിനും അമ്മ വേണം. മണ്ണിൽ കളിക്കുമ്പോൾ തല്ലാനും കാച്ചിയോ രണ്ണ തേച്ച് കുളിപ്പിച്ചിടാനും. ഉണ്ണി വെറുമൊരു കുഞ്ഞായിരുന്നപ്പോൾ ഉണ്ണിക്കെല്ലാറ്റിനും അമ്മ വേണം. കണ്ണു തട്ടാതിരിക്കാൻ കവിളത്തൊരു പൊട്ട് തൊടിക്കാനും അമ്മ വേണം. എല്ലാ കാര്യത്തിനും ഭക്ഷണത്തിനും അല്ലെ എല്ലാ കാര്യത്തിനും അമ്മ വേണം. എന്നിട്ടോ ഉണ്ണി വളർന്നപ്പോൾ അമ്മയെ കൂടാതെ ഉണ്ണാനുടുക്കാൻ തുടങ്ങിയപ്പോൾ. ഉണ്ണീന്ന് പേരുള്ള മനുഷ്യക്കുട്ടി വളർന്നു വലിയ ആളായി. അമ്മനെ കൂടാതെ ഉണ്ണാനും ഉടുക്കാനും തുടങ്ങിയ സമയത്ത് ഉണ്ണി മറന്നുപോയി അമ്മയെയെങ്കിലും അമ്മയ്ക്കിന്നും ഉണ്ണി ഉണ്ണി തന്നെ. ഇവന് 70 വയസ്സായാലും തള്ള ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉണ്ണീന്ന് പേരുള്ള ഉണ്ണി ഉണ്ണി തന്നെ, എൻ്റെ പുള്ള. അങ്ങനെയല്ലേ പറയാ. അപ്പൊ റബ്ബ് എന്ന് പറഞ്ഞത് പഠിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത്. തള്ളക്ക് പറയുന്ന പെറ്റ തള്ളക്ക് പറയുന്ന അറബ് പ്രയോഗമാണ് റബ്ബത്ത്, പോറ്റുന്നവൾ, വാത്സല്യത്തോടെ കാരുണ്യത്തോടെ പോറ്റുന്ന തള്ള. ഇതിന്റെ പുല്ലിംഗമാണ് റബ്ബ്. ഇത് അള്ളാഹ്ക്ക് മാത്രമല്ല കേട്ടോ പറയാ. ഗൾഫിലൊക്കെ പോയവർക്ക് ഒരു അർബാബ് എന്ന് പറയും, റബ്ബിന്റെ ബഹുവചനം. ഒരു അറബി തന്തയാണെങ്കിലും പറയാം അർബാബ്. അങ്ങനെ ഒരു പ്രയോഗം നമുക്കിടയിലുണ്ട്. എന്താകട്ടെ, റബ്ബ് പോറ്റുന്നവൻ, കാരുണ്യത്തോടെ പോറ്റുന്നവനാണ് അല്ലാഹ്. അതുകൊണ്ട് അല്ലാഹുവിന് സർവസ്തുതിയും. ഇങ്ങനെ ഈ 4 സൂറകളിലും കാരണം പ്രപഞ്ചനാഥനാണവൻ, പ്രപഞ്ചത്തെ പോറ്റാണ്. സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും കാറ്റും മഴയും വരുന്നതും അവന്റെ ഓർഡർ പ്രകാരമാണ്. പലപ്പോഴും അവന്റെ തെർബിയത്തിന്റെ ഭാഗമായി, അവന്റെ പരിപാലനത്തിന്റെ ഭാഗമായി പ്രപഞ്ച പരിപാലകനായ റബ്ബുൽ ആലമീനായ അല്ലാഹു അവന്റെ പരിപാലനത്തിന്റെ ഭാഗമായി മന്ദമാരുതന് പകരം കൊടുങ്കാറ്റ് പറഞ്ഞയക്കും. ഭൂമിയെ പുനർജീവിപ്പിക്കുന്ന പേമാരിക്ക് പകരം അവൻ കൊടുമഴയും പ്രളയവും പറഞ്ഞയക്കും. മനുഷ്യർ ഭൂമിയെ വജഅൽനൽ അർള മിഹാദാ, തൊട്ടിൽ പോലെ സംവിധാനിച്ച ഈ ഭൂമിയെ പ്രകമ്പനം കൊണ്ട്, ഭൂകമ്പം കൊണ്ട് അവനൊന്ന് പിടിച്ചു കുലുക്കും. ഇതൊക്കെ അള്ളാന്റെ റബ്ബുൽ ആലമീന്റെ പരിപാലനത്തിന്റെ ഭാഗം തന്നെയാണ്. ഒരു വെള്ളപ്പൊക്കം വന്നില്ലേ, റബ്ബുൽ ആലമീൻ ആയതുകൊണ്ടാണ് ആ വെള്ളപ്പൊക്കം വന്നത്. എങ്ങനെ റബ്ബുൽ ആലമീൻ ലോകമായ ലോകങ്ങളെയൊക്കെ കരുണയോടെ പോറ്റുന്ന ഡെവലപ്പ് ചെയ്യുന്നവനായതുകൊണ്ടാണ് ആ ജലപ്രളയം വന്നത്. ഇനി എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമോ അതൊക്കെ വരുന്നത് അതുകൊണ്ടാണ്. എങ്ങനെ റബ്ബുൽ ആലമീൻ പ്രളയം അയക്കുന്നത്, എങ്ങനെ റബ്ബുൽ ആലമീൻ ഭൂകമ്പം ഉണ്ടാക്കുന്നത്, അല്ലാഹ് അത് പറഞ്ഞു തന്നിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ظهر الفساد في البر والبحر بما كسبت أيدي الناس ليذيقنهم بعض الذي عملوا ولعلهم يرجعون. ظهر الفساد في البر والبحر. ഖുർആൻ പറയാൻ കുഴപ്പങ്ങൾ, ദുരന്തങ്ങൾ പ്രകടമാകുന്നു, വെളിപ്പെടുന്നു. ഫിൽ ബഹരി സമുദ്രത്തിൽ, വൽ ബരി കരയിലും, കരയിലും കടലിലും ദുരന്തങ്ങൾ പ്രകടമാകുന്നു, നാശങ്ങൾ വെളിവാകുന്നു.
സമുദ്രത്തിലാണെങ്കിൽ സുനാമിയായിട്ട്, കരയിലാണെങ്കിൽ പ്രകമ്പനങ്ങളായിട്ട്, പ്രളയങ്ങളായിട്ട്, കുഴപ്പങ്ങൾ കടലിലും പ്രകടമാകാണ്, വെളിവാകാണ്. എന്തതിന് കാരണം? എന്താ ഇതിന് കാരണം? ബിമാ കസബത്ത് ഐദിന്നാസ്, ജനങ്ങളുടെ ഇടപെടലുകൾ, ജനങ്ങളുടെ കരങ്ങളുടെ പ്രവർത്തനങ്ങൾ, മനുഷ്യന്റെ കൈക്കടത്തലുകൾ തന്നെ. ബിമാ കസബത്ത് ഐദിന്നാസി, ജനങ്ങളുടെ കരങ്ങളുടെ പ്രവർത്തനം, ഇതാണ് കാരണം. ഒരുപാട് അർത്ഥമുണ്ട്. പ്രകൃതിയെ നശിപ്പിച്ചു മനുഷ്യന്മാര്, കുന്നിടിച്ചു കളഞ്ഞു, മരങ്ങളൊക്കെ തകർത്തു. ഇതൊക്കെ ദീനിൽ വലിയ വിഷയ. പരിസ്ഥിതി ഇസ്ലാമിക വീക്ഷണത്തിൽ എന്നൊരു വിഷയം ഒരു 3 മാസത്തോളം കാലം ഞാൻ വരുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രസക്ത പരിസ്ഥിതി. അത് ചില ഉച്ചാന്താടികൾ, ബുദ്ധിജീവികൾ, ചില പരിസ്ഥിതിവാദികൾ, ചില ഹരിതവർഗക്കാർ അവർക്ക് മാത്രം പറഞ്ഞതാന്ന് നമ്മൾ ധരിക്കരുത്. ഇസ്ലാം പരിസ്ഥിതിയെക്കുറിച്ച് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താകട്ടെ, പ്രകൃതിയെ നശിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ഒരർത്ഥം. വേറൊരർത്ഥം അവരുടെ കരങ്ങളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവരുടെ തോന്നിയാസം കാരണത്താൽ ആണ് കടലിലും കരയിലൊക്കെ കുഴപ്പമുണ്ടാകുന്നത്. എന്നിട്ട് അല്ലാഹ് പറയാ, എന്തിനാണ് അവർക്കിത് കൊടുക്കുന്നത്? ലിയുദീഖഹും ബഅദല്ലദീ അമിലു, അവർ കാട്ടിക്കൂട്ടിയ പ്രവർത്തനത്തിന്റെ ചിലതിൻ്റെ അനുഭവം അവരൊന്ന് രുചിപ്പിക്കാൻ. അവർ ചെയ്ത പ്രവർത്തനത്തിനുള്ളത് മുഴുവനും കൊടുക്കൂല ഇവിടുന്ന്. ബഅദല്ലദീ അമിലു, അവർ കാണിച്ചു കൂട്ടിയതിന്റെ ചെറിയൊരു ഭാഗത്തിന്റെ രുചി എങ്ങനെയുണ്ട് എന്ന് അവരെ രുചിപ്പിക്കാൻ വേണ്ടി, അനുഭവിപ്പിക്കാൻ വേണ്ടി. വലഅല്ലഹും യർജിഊൻ, അവരൊന്ന് മടങ്ങി വന്നാലോ. ലഅല്ലഹും യർജിഊൻ, അവരൊന്ന് ആ അവസ്ഥയിൽ നിന്ന്, തോന്നിയാസത്തിൽ നിന്നൊന്ന് മടങ്ങി വരട്ടെ എന്ന് കരുതിയിട്ട് റബ്ബുൽ ആലമീനായ ഞാൻ, ലോകമായ ലോകങ്ങളൊക്കെ പോറ്റുന്ന ഞാൻ, ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് ആണ് ഇതൊക്കെ തരുന്നത് അല്ലാഹ് പറയുന്നുണ്ട്. അപ്പൊ റബ്ബുൽ ആലമീൻ ആയതുകൊണ്ട് പ്രളയം വിടുക, ഭൂകമ്പം ഉണ്ടാക്കുക, കൊടുങ്കാറ്റയക്കുക, കൊടും ചൂട് ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലോ. റബ്ബുൽ ആലമീന്റെ മറ്റൊരു മെസ്സേജാണ് പ്രിയമുള്ള വിശ്വാസികളെ ഈ കൊടും ചൂട്. മുഅ്മിനൊക്കെ പഠിക്കാനുള്ളതാ. അതെ, തഅമ്മൽ സുദൂറൽ കായിനാതി ഫഇന്നഹാ മിനൽ മാലഇൽ അഅ്ലാ ഇലൈക റസായിലു. എല്ലാ കാര്യങ്ങളും അള്ളാന്റെ മെസ്സേജാ. എല്ലാം. ചൂട് അള്ളാഹുവിന്റെ കത്താണ്, തണുപ്പ് അള്ളാഹുവിന്റെ കത്താണ്, മഴ അള്ളാഹുവിന്റെ മെസ്സേജാണ്, വെയിലും ചൂടും അള്ളാഹുവിന്റെ മെസ്സേജാണ്. വഖദ് ഖുത്ത ഫീഹാ ലൗ ഖറഅത സുതൂറഹാ അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു. അല്ലാഹ് സത്യാണ്, അവനൊരു സംഭവമാണെന്ന് ഈ കത്തൊക്കെ വായിച്ചാൽ കിട്ടുന്നു. ഈ ചൂടെന്ത് മെസ്സേജാ തരുന്നത്? ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന കൊടും ചൂട്. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്വഹീഹായ ഹദീസിൽ കാണാം, അൽ ഹർറു മിൻ ഫൈഹി ജഹന്നം. ചൂട് എന്ന് പറഞ്ഞ സാധനം മിൻ ഫൈഹി ജഹന്നമ, ജഹന്നം എന്ന അഗ്നിയുടെ, നരകത്തിന്റെ ആളലിൽ നിന്നുള്ള, ആവിയിൽ നിന്നുള്ള ഒരംശാണ്. അടുപ്പത്ത് ചെന്നാൽ അറിയാലോ ചൂടിന്റെ ഒരു ആളൽ എങ്ങനെയുണ്ട് എന്ന്. ഇതുപോലെ ജഹന്നമിന്റെ ആളൽ, അതിന്റെ ആവിയാണ്. അപ്പൊ ഇത് ഈ ചൂടൊക്കെ അനുഭവിക്കുമ്പോൾ ജഹന്നം യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു മെസ്സേജ് ഇതിലുണ്ട്. ചുരുക്കി പറയട്ടെ, റബ്ബുൽ ആലമീൻ, ഈ ലോകങ്ങളെ, പ്രപഞ്ചത്തെ പോറ്റുന്ന നാഥൻ, അവനാണ് സർവസ്തുതിയും. ഇതാണ് പറയുന്നത്, സ്തുതിക്ക് കാരണം പറയുന്നതാണ്. അൽഹംദുലില്ലാഹ്. ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും ഏതൊരു കാര്യം ഫിനിഷ് ചെയ്യുമ്പോഴും ഒരു മുഅ്മിൻ അൽഹംദുലില്ലാഹ് കൊണ്ട് തുടങ്ങണം, അൽഹംദുലില്ലാഹ് കൊണ്ട് അവസാനിക്കണം. നമ്മളെ ദുആക്ക് അങ്ങനെയല്ലേ തുടങ്ങുന്നത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അങ്ങനെ ദുആ കഴിഞ്ഞിട്ട് അവസാനം സ്വലാത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അങ്ങനെ തന്നെയാണ്. കുല്ലു അംരിൻ ദീബാലിൻ, ബിസ്മിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കുല്ലു അംരിൻ ദീബാലിൻ ലാ യുബ്ദഉ ഫീഹി ബിഹംദില്ലാഹി ഫഹുവ അഖ്തഉ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസിൽ കാണാം. എല്ലാ പ്രധാനപ്പെട്ട കാര്യവും നിങ്ങൾ അൽഹംദുലില്ലാഹ് കൊണ്ട് തന്നെ തുടങ്ങണം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്നത് കണക്ഷൻ മുറിഞ്ഞു പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? ഇപ്പൊ ബിസ്മി സ്റ്റാർട്ടിങ്ങിലല്ലേ ബിസ്മി ഉള്ളൂ? ബിസ്മി എവിടെയുള്ളൂ? തുടക്കത്തിലല്ലേ ഉള്ളൂ. അവസാനം ആരെങ്കിലും ബിസ്മി അല്ലല്ലോ? ഇല്ല. പക്ഷെ അൽഹംദുലില്ലാഹ് അത് പോരാ, തുടക്കത്തിലും വേണം അവസാനത്തിലും അൽഹംദുലില്ലാഹ് വേണം. എന്തുകൊണ്ട്? വഫാത്തിഹത്തുൽ ആലമി മബ്നിയത്തുൻ അലൽ ഹംദി വഖാതിമതുഹു മബ്നിയത്തുൻ അലൽ ഹംദി. ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവം ഹംദിൽ നിന്നാണ്, ഈ പ്രപഞ്ചത്തിന്റെ പര്യവസാനവും ഹംദ് കൊണ്ടാണ്. പ്രപഞ്ചം തുടങ്ങിയത് ഹംദ് കൊണ്ട്, പ്രപഞ്ചത്തിന്റെ ഫിനിഷിങ്ങും ഹംദ് കൊണ്ട്. ആ മനുഷ്യൻ ആദ്യം മൊഴിഞ്ഞ വാക്കേതാ? മനുഷ്യൻ അവന്റെ നാവുകൊണ്ട് ആദ്യം ഉരുവിട്ട വാക്കേതാ? അവലുമാ നതഖ ബിഹി ആദമു അലൈഹിസ്സലാം അൽഹംദുലില്ലാഹ്. മനുഷ്യകുലത്തിന്റെ പിതാവ് ആദ്യമായി നാവുകൊണ്ട് മൊഴിഞ്ഞ വാക്ക് അൽഹംദുലില്ലാഹ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. ലമ്മാ ഖലഖല്ലാഹു തആല ആദമ, ആദമിനെ അല്ലാഹു പടച്ചപ്പോൾ ആ രൂപം കളിമണ്ണ് കൊണ്ട് കുഴച്ച് രൂപപ്പെടുത്തി ഉണ്ടാക്കിയിട്ട് വനഫഖ ഫീഹി റൂഹ, ആ രൂപത്തിൽ അല്ലാഹു റൂഹ് ഊതിയ സമയത്ത് അതശ, ആദം നബി ഒന്ന് തുമ്മി. റൂഹ് ഈ ശരീരത്തിൽ അങ്ങ് കേറിയപ്പോ ഒരു തുമ്മൽ വന്നു. ഫഖാല, ആ തുമ്മലോടെ ആദം നബി അലൈഹിസ്സലാം പറഞ്ഞത് അൽഹംദുലില്ലാഹ്, ആദിമ മനുഷ്യന്റെ ആദ്യത്തെ വാക്ക്. ഫഖാല ലഹു റബ്ബുഹു, അൽഹംദുലില്ലാഹ് എന്ന് ആദം നബി മൊഴിഞ്ഞപ്പോൾ ആദമിന്റെ ഉടമസ്ഥനായ റബ്ബ് പറഞ്ഞു യർഹമുക്കല്ലാഹു യാ ആദം, അല്ലാഹു താങ്കളെ അനുഗ്രഹിക്കട്ടെ ആദമേ. അതാണ് അൽഹംദുലില്ലാഹ് പറഞ്ഞത്. കേൾക്കുമ്പോൾ കേട്ട ആള് ഇർഹമുക്കല്ലാ എന്ന് പറയൽ സുന്നത്തായത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്താവട്ടെ, മനുഷ്യൻ ആദ്യം പറഞ്ഞ വാക്ക്. തീർന്നില്ല, സ്വർഗവാസികളുടെ അവസാനത്തെ വാക്കും അൽഹംദുലില്ലാഹ്. ഖുർആൻ പറയുന്നുണ്ടത്. സൂറത്തു യൂനുസിന്റെ 10-ാമത്തെ ആയത്തില് സ്വർഗക്കാരുടെ ദുആയും സ്വർഗക്കാരുടെ അവസാനത്തെ വാക്കും അവരുടെ അഭിവാദ്യമൊക്കെ പറയുന്നുണ്ട്. ദഅവാഹും ഫീഹാ സുബ്ഹാനകല്ലാഹുമ്മ വതഹിയ്യതുഹും ഫീഹാ സലാം വആഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദഅവാഹും സ്വർഗക്കാരുടെ ദുആ, പ്രാർത്ഥന, ഫീഹ ആ സ്വർഗത്തിൽ വെച്ചുള്ള പ്രാർത്ഥന എന്താണ്? സുബ്ഹാനകല്ലാഹുമ്മ സുബ്ഹാനകല്ലാഹുമ്മ സുബ്ഹാനകല്ലാഹുമ്മ. അല്ലാഹുവേ, നിന്റെ വിശുദ്ധിയെ ഞങ്ങൾ ഇതാ വാഴ്ത്തുന്നു, നിനക്ക് സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു അല്ലാഹ്. ഇതത്രേ ദുആ. വതഹിയ്യതുഹും അവരുടെ അഭിവാദ്യങ്ങൾ ഫീഹാ സ്വർഗത്തിലുള്ള അഭിവാദ്യങ്ങൾ സലാം സലാം സലാം, സമാധാനം സമാധാനം. ഇതാണ് വആഖിറു ദഅവാഹും അവരുടെ പ്രാർത്ഥനയുടെ ഫിനിഷിങ്, പ്രാർത്ഥനയുടെ പര്യവസാനം എന്താ? അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതൊക്കെ ഇപ്പൊ ദുആ, സ്വർഗക്കാരുടെ ദുആ എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പരിചയപ്പെടുത്തി സുബ്ഹാനകല്ലാഹുമ്മ. സ്വർഗക്കാരുടെ ദുആ എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് ഖുർആനിലൂടെ പറഞ്ഞു തരുന്നത് എന്താ? സുബ്ഹാനകല്ലാഹുമ്മ. അവിടെ അതേ തോരക്കാനുള്ളൂ കൂട്ടരെ. എൻ്റെ വയറുവേദന ഒന്ന് മാറ്റിത്തരണം തോരക്കാൻ വകുപ്പില്ല ഉണ്ടോ? എൻ്റെ കടന്ന് തീർത്തരണേ പടച്ചോനെ, എനിക്ക് സൗഖ്യം തരണേ പടച്ചോനെ, എനിക്ക് വിഭവങ്ങൾ തരണം. ഇതൊന്നും ദുആ ചെയ്യേണ്ട ആവശ്യമില്ല.
വലഹും മാ യശ്തഹൂൻ. അവർ ഇച്ഛിക്കുന്നത് മുന്നിലെത്തുന്ന അള്ളാഹ് പറഞ്ഞത്. തോന്നിയാ മതി, നമ്മളാണ് ആഗ്രഹിച്ചാ മുന്നിലെത്തുന്ന. പിന്നെന്താ ദുആ? പിന്നെ അത് വേണം പഠിച്ചോനെ. ഈ ബുദ്ധിമുട്ട് ദുനിയാവിലല്ല, സ്വർഗ്ഗാണ്. സ്വർഗക്കാരുടെ ദുആ ഒരൊറ്റ വാക്കാണ്, സുബ്ഹാനക്കല്ലാഹുമ്മ. ഇതൊക്കെ തന്ന അല്ലാ, അജയ്യനായ അല്ലാ, ആ ദുനിയാവിൻ്റെ ഉടമസ്ഥനെ, ആഖിറത്തിൻ്റെ ഉടമസ്ഥനെ, നീ എത്ര വിശുദ്ധനാണല്ലാ. ഇതാണ് സ്വർഗക്കാരുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ അവസാനം അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതുകൊണ്ടാണ് നമ്മളും ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹ്. ഖാല ബഅദുൽ ആരിഫീൻ, ഔലിയാക്കളിൽപ്പെട്ട ജ്ഞാനികൾ പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹ് എന്ന വാക്കിന് സമാനിയത്തു അഹ്റുഫിൻ, 8 അക്ഷരാണ്, 8 അക്ഷരങ്ങളാണ്. അൽഹംദു, അലിഫ് ലാമ് മീമ് ദാല്. ആ അല്ലെ, അലിഫ് ലാമ് മീമ് ഹാ ദാല്. ലില്ലാഹി 2 ലാമ് 1 ഹാ, 8 അക്ഷരം. അൽഹംദുലില്ലാഹി സമാനിയത്തു അഹ്റുഫിൻ, 8 അക്ഷരങ്ങളാണ് അല്ലാഹു ഈ സ്തുതിയുടെ വചനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കഅബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ പോലെ തന്നെ. സ്വർഗത്തിന് എത്ര വാതിലാണ്? ഹദീസിലൊക്കെ കാണാം. എത്ര വാതിലാണ്? 8 വാതിലാണ് അല്ലാഹു സ്വർഗത്തിന് വെച്ചിട്ടുള്ളത്. ഇതുപോലെയാണ് അൽഹംദുലില്ലയുടെ അക്ഷരങ്ങൾ. അതുകൊണ്ട് ഫമൻ ഖാലഹാ സ്വാദിഖൻ, ഒരാൾ സത്യസന്ധനായി അൽഹംദുലില്ല പറഞ്ഞാൽ ഇസ്തഹഖ, അവൻ അവകാശപ്പെട്ടു പോയി, അവൻ അർഹത നേടിപ്പോയി. എന്തിനർഹത നേടിപ്പോയി? അയ്യദ്ഖുലൽ ജന്നത മിൻ അയ്യിഹാ ശാഅ, ഈ 8 വാതിലിൽ അവൻ ഇച്ഛിക്കുന്ന വാതിലിലൂടെ സ്വർഗത്തിൽ കയറാനുള്ള അർഹത അവന് ലഭിച്ചു. ആർക്ക് ലഭിച്ചു? വമൻ ഖാലഹാ സ്വാദിഖൻ, സത്യമായിട്ടും അൽഹംദുലില്ല പറഞ്ഞവർക്ക്. ഇതിലെങ്ങനെയാ നുണ ഉണ്ടാവുക? അൽഹംദുലില്ല എങ്ങനെയാ കളവാവുക? അൽഹംദുലില്ലയിൽ എങ്ങനെയാ സത്യം ഉണ്ടാവുക? എങ്ങനെയാ കളവുണ്ടാവുക? അത് സത്യം മാത്രല്ലേ? അല്ല, അൽഹംദുലില്ല കൊണ്ട് നേര് പറയുന്നവരുണ്ട്, അൽഹംദുലില്ല കൊണ്ട് കളവ് പറയുന്നവരും ഉണ്ട്. രണ്ടുണ്ട്. അൽ ഖൗലു ലാ യസ്ദുഖു ഇല്ലാ ബിൽ ഫിഅൽ, വാക്ക് സത്യമാകണമെങ്കിൽ വാക്കിനൊത്ത പ്രവൃത്തി വേണം. ഞാൻ നിങ്ങളിൽ ഒരാളോട് പറയാണ്, എനിക്ക് നിങ്ങളോട് നല്ല കരുണയാണ് കേട്ടോ. അതെപ്പോഴാ സത്യമാകുക? ഞാൻ കരുണ ചെയ്യുമ്പോഴേ സത്യമാവുള്ളൂ അല്ലേ? ഞാൻ ഒരാളോട് പറഞ്ഞു, എനിക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് തോന്നുന്നു, നിങ്ങളോട് ഭയങ്കര സ്നേഹം തോന്നുന്നു, നിങ്ങളോട് ഇഷ്ടം തോന്നുന്നു എന്ന ആ വാക്ക് നല്ല വാക്കാണ് അല്ലേ? ആ വാക്കിൽ ഞാൻ സത്യസന്ധനാകണമെങ്കിൽ, ആ വാക്കിൽ ഞാൻ സത്യം പറഞ്ഞവനാകണമെങ്കിൽ എന്ത് വേണം? സ്നേഹത്തോടു കൂടെയുള്ള വാക്കും പെരുമാറ്റവും എന്നിൽ നിന്ന് വരണം. ഇല്ലെങ്കിൽ സ്നേഹിക്കുന്നു പറഞ്ഞാൽ ലോക കാപട്യാണ്, ചതിക്കുള്ള പുറപ്പാടാണ്, എന്തോ വസൂലാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പറാണത് അല്ലേ? ഇതുപോലെ അൽഹംദുലില്ലാ എന്ന് നാവുകൊണ്ട് സ്തുതിക്കുന്നവൻ അവന്റെ ജീവിതം കൊണ്ട് സ്തുത്യർഹമായ ജീവിതം നയിക്കണം. എന്ത്? നാവുകൊണ്ട് സ്തുതിക്കുന്ന മുഅ്മിൻ ജീവിതം സ്തുത്യർഹമായ വിധത്തിൽ അവൻ ജീവിച്ച് തെളിയിക്കണം. അൽ ഖൗലു, ഏത് വാക്കാകട്ടെ, ലാ യസ്ദുഖു ഇല്ലാ ബിൽ ഫിഅലി, പ്രവൃത്തി കൊണ്ടല്ലാതെ വാക്ക് സത്യമാവൂല. പ്രവൃത്തിയുണ്ടെങ്കിലേ അത് പ്രാക്ടിക്കലാവുകയുള്ളൂ ആ വാക്ക്. അപ്പോൾ ധനം തന്ന അല്ലാഹുവിനെ അൽഹംദുലില്ല പറഞ്ഞ് സ്തുതിക്കുന്ന നാം ആ ധനമൊക്കെയും അല്ലാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ചിലവഴിക്കണം. ആരോഗ്യം തന്ന അല്ലാഹുവിനെ അൽഹംദുലില്ല പറഞ്ഞ് സ്തുതിക്കുന്ന നാം ഈ ആരോഗ്യത്തെയൊക്കെയും അവൻ ഇഷ്ടപ്പെട്ട മേഖലയിൽ വിനിയോഗിക്കണം. ആയുസ്സും ആരോഗ്യവും സമയവും തന്ന അല്ലാഹുവിനെ അതിൻ്റെ പേരിൽ സ്തുതിക്കുന്ന, അൽഹംദുലില്ല
പറയുന്ന നാം ഈ ആരോഗ്യത്തെയും ആയുസ്സിനെയും സമയത്തെയും അവൻ ഇഷ്ടപ്പെട്ട വിധത്തിൽ സ്തുത്യർഹമായ വിധത്തിൽ വിനിയോഗിക്കണം. അപ്പോൾ അൽഹംദുലില്ലയിൽ സത്യം പറഞ്ഞ ആളാകും. ഇല്ലെങ്കിലോ അൽഹംദുലില്ലയിൽ കള്ളനാകും. ഈ നിലക്ക് നോക്കുമ്പോൾ ഒരു അൽഹംദുലില്ല മര്യാദക്ക് പറയാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? ഒരു അൽഹംദുലില്ല നല്ല ബിരിയാണി അടിച്ചിട്ട് ഏമ്പക്കം വിടുന്ന കൂട്ടത്തിൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ഈ കഴിച്ച ബിരിയാണിയുടെ എനർജി തീരുന്നത് വരെയെങ്കിലും അള്ളാഹിൻ്റെ പൊരുത്തത്തിൽ നിൽക്കാൻ പറ്റുമോ? എവിടെ പറ്റണ്? കൈ കഴുകാൻ പോണെടുത്ത് ആ ചിക്കൻ ബിരിയാണി അടിച്ചിട്ട് മട്ടൻ ബിരിയാണി അടിച്ചിട്ട് ഹാൻഡ് വാഷിൻ്റെ ആ സംവിധാനമുള്ള ഭാഗത്ത് ചെന്നിട്ട് പള്ളറച്ച് ബിരിയാണി അടിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ സഹോദരൻ്റെ പച്ചറച്ചി കൊത്തി വലിക്കുക. ആലോചിച്ച് നോക്കൂ, എവിടെ അൽഹംദുലില്ല? ആ ബിരിയാണി തിന്നതിൻ്റെ അൽഹംദുലില്ല പോലും അതിൽ പോലും സത്യം പറയുന്നവനാകാൻ പറ്റുന്നില്ല. എന്തിനാ ഈ അൽഹംദുലില്ല പറഞ്ഞ്? പടച്ചോനെ, മുഹമ്മദിൻ്റെ കല്യാണത്തിന് വന്നിട്ടാണെങ്കിലും ഈ ബിരിയാണി എന്നെ തീറ്റിച്ച അല്ലാ, ഇതിലുള്ള കലോറിയും വൈറ്റമിനുകളും എനിക്ക് തന്ന അല്ലാ, നിനക്ക് സ്തുതിയുണ്ട് റബ്ബേ എന്നാ പറയുന്നത്. ആ ബിരിയാണിയുടെ കലോറി ഒന്ന് തീരുന്നത് വരെയെങ്കിലും അള്ളാഹിന്റെ ഇഷ്ടത്തിൽ സ്തുത്യർഹമായ നിലക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഒരു അൽഹംദുലില്ല മര്യാദക്ക് പറയാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ആലോചിച്ചു. നാവുകൊണ്ട് ഇങ്ങനെ അടിച്ചുവിട്ട അൽഹംദുലില്ല ഹംദുലില്ല ഹംദുലില്ല എന്നിട്ട് പറയുന്നേ. പണ്ടൊക്കെ ഇതിലൊക്കെ കുറച്ച് മോശം ചെയ്യുന്ന ആൾക്കാർ. ഇപ്പൊക്കെ നമ്മൾ പുരോഗമിച്ചു. കുട്ടികളൊക്കെ മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഇൻഷാ അല്ലാഹ് എല്ലാത്തിനും ഇൻഷാ അല്ലാഹ്. മണ്ടാരാണ്ട് പറഞ്ഞു ഇൻഷാ അല്ലാഹ് പറയല് ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോഴാണ്. നാളെ ഞാൻ വരൂല ഇൻഷാ അല്ലാഹ്, ഞാൻ ഉണ്ടാവൂല ഇൻഷാ അല്ലാഹ്. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ അൻ യശാ അല്ലാഹ്. അങ്ങനെ പറഞ്ഞു. ഒരു കാര്യത്തിന് പ്ലാൻ ചെയ്യുമ്പോഴാണ്. ഞാൻ പറഞ്ഞത് തെറ്റാന്നുള്ള അർത്ഥത്തിലൊന്നും അല്ല കേട്ടോ. ആവശ്യമുള്ളടത്തും ഇല്ലാത്തടത്തൊക്കെ ഇൻഷാ അല്ലാഹ്. ഒരു വീട് പണിയുമ്പോൾ ഒരു മാഷാ അല്ലാഹ്. പണ്ട് അവിടെ ഒരു ഈ കോലം വെക്കല്, ഇതിപ്പോ മാഷാ അല്ലാഹ് വെക്കലാണ്. അതുകൊണ്ടൊന്നും തെറ്റുണ്ടായിട്ടൊന്നുമല്ല. ഇതൊക്കെ എവിടുന്ന് വന്നതാ? റസൂലോ സ്വഹാബത്തോ അങ്ങനെ ഒരു മാഷാ അല്ലാഹ്ന്റെ ബോർഡ് വിറ്റ് ചെയ്തിരുന്നോ? ഞാൻ മഷിയിട്ട് തെരഞ്ഞു നോക്കിയിട്ട് ഹദീസിൽ ഞാൻ കണ്ടില്ല. നിങ്ങളാരെയും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തന്നാൽ തിരക്കേടില്ല, ജനങ്ങളോട് പറയാലോ. അപ്പൊ ഇങ്ങനെയൊക്കെ ഈ അൽഹംദുലില്ലയൊക്കെ മൊഴിയാണ്. എന്താ ഈ പറയുന്നത്? ഇതിൽ ഞാൻ സത്യസന്ധനാണോ അതോ ഇത് ബടായി അടിക്കുകയാണോ? ഇത് വെറും കല്ല് വെച്ച നുണയാണോ എന്ന് തിരിച്ചറിയണ്ടേ അല്ലേ? അതുകൊണ്ട് മൻ ഖാലഹാ സ്വാദിഖൻ, സത്യസന്ധനായ വിധത്തിൽ ഒരാൾ അൽഹംദുലില്ല പറഞ്ഞാൽ ഇസ്തഹഖ അൻ യദ്ഖുലൽ ജന്നത മിൻ അയ്യിഹാ ശാആ, സ്വർഗ്ഗത്തിന് 8 വാതിലുണ്ട്. ആ 8 വാതിലുകളിലൂടെ വഴികളിലൂടെ അവൻ ഇഷ്ടമുള്ള വാതിലിലൂടെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കും. ആർക്ക്? സ്വാദിഖായി സത്യവാനായി അൽഹംദുലില്ല പറഞ്ഞവന്. അതുകൊണ്ട് ഞാനും നിങ്ങളും മിനിമം ഈ അൽഹംദുലില്ല പറയുമ്പോൾ ഏതൊരു നിഅമത്ത് കിട്ടിയിട്ടാണ് പറയുന്നതെങ്കിൽ ആ നിഅമത്ത് കൂടി അള്ളാഹിന്റെ ഇഷ്ടത്തിലാക്കാനൊന്ന് ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ചാൽ തംല ഉൽ മീസാൻ, മോനെ ആ അൽഹംദുലില്ല മതി നിനക്ക് സ്വർഗത്തിൽ പോകാനെന്ന് ഖാല റസൂലുള്ളാഹി. മതി. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്. എന്താണിത്? അൽഹംദുലില്ലാഹ് അതൊരു മഹാസംഭവമാണ്. അല്ലാഹു ഈ ഫാത്തിഹ സൂറത്തിലൂടെ എന്താണ് ഈ ഹംദ് കൊണ്ട് പഠിപ്പിക്കുന്നത്? അൽഹംദുലില്ലാഹ് ഇതൊരു ശുക്റാണ്, നന്ദി പ്രകടനമാണ് അല്ലേ? അൽഹംദുലില്ലാഹ് ഇതൊരു നന്ദി പ്രകടനമാണ്. അല്ല അല്ല അല്ല, ഇത് റിളയാണ്. ഒന്നുകൂടെ കടന്നു പറയട്ടെ. ഞാൻ 1-ാം ക്ലാസ് പോരല്ലോ, 1-ാം ക്ലാസ്സിലെ പഠനം മതി ഇപ്പോൾ ഇവിടെ നമുക്ക്. അത് 1-ാം ക്ലാസ്സിൽ നിന്ന് മൊല്ലാക്ക പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. ഇതിപ്പോ ഒന്നല്ല. അതുകൊണ്ട് ഒന്നുകൂടെ കടന്നു പറയട്ടെ. അൽഹംദുലില്ലാഹ് എന്നത് ശുക്ർ മാത്രമല്ല, അത് റിളയാണ്, തൃപ്തിയാണ്, പൊരുത്തപ്പെടലാണ്. എന്ന് വച്ചാൽ എന്താണ് ഫാത്തിഹ ഓതുന്ന ഞാനും നിങ്ങളും അൽഹംദുലില്ലയിലൂടെ അർത്ഥമാക്കുന്നത്? അൽഹംദുലില്ലയിലൂടെ അള്ളാഹുവിനോട് പറയുന്നത്
അല്ലാഹുവേ നന്ദിയുണ്ട്, ശുക്റുണ്ട് എനിക്ക് എന്നതിനപ്പുറം ഇത് റിളയുടെ വാക്കാണ്, തികഞ്ഞ സംതൃപ്തി പ്രകടിപ്പിക്കലാണ്. അല്ലാഹുവേ നീ എനിക്ക് എന്ത് തന്നിട്ടുണ്ടെങ്കിലും എന്ത് തരാതിരുന്നിട്ടുണ്ടെങ്കിലും നീ റഹ്മാനും റഹീമും അല്ലയോ അല്ലാ. തന്നതിലൊക്കെയും തരാത്തതിലൊക്കെയും ഞാനിതാ പൊരുത്തപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവേ നീ റബ്ബുൽ ആലമീൻ അല്ലയോ, നീ റഹ്മാനും റഹീമും അല്ലയോ. നിന്റെ കാര്യത്തിൽ ഈ പാവപ്പെട്ട ദാസനിതാ പൊരുത്തപ്പെടുന്നു അല്ലാ, ഞാൻ സംതൃപ്തനാണ് അല്ലാ. അൽഹംദുലില്ലയുടെ അർത്ഥം ഈ പറഞ്ഞു കേട്ടോ. ഏയ് എന്ന് വെച്ചാൽ എനിക്ക് സമ്പൽ സമൃദ്ധി തന്നാലും എനിക്ക് ദാരിദ്ര്യം തന്നാലും എനിക്ക് ആരോഗ്യം തന്നാലും എനിക്ക് രോഗം തന്നാലും എനിക്ക് ഉയർച്ച തന്നാലും താഴ്ച തന്നാലും അഭിമാനം തന്നാലും അപമാനത്തിലാക്കിയാലും എന്നെ നീ സുഖിപ്പിച്ചാലും എന്നെ നീ വേദനിപ്പിച്ചാലും അല്ലാ എനിക്കൊന്നേ പറയാനുള്ളൂ, അല്ലാ അൽഹംദുലില്ലാഹ്. ഇതന്നെയാണ് കേട്ടോ ഫാത്തിഹയിലെ അൽഹംദുലില്ലയുടെ അർത്ഥം. ഇതന്നെയാണ് അൽഹംദുലില്ലയുടെ അർത്ഥം. അല്ലാ നീ റബ്ബുൽ ആലമീനല്ലേ, സർവലോകങ്ങളെയും പോറ്റുന്ന കരുണാവയനായ നിയന്താവല്ലയോ അല്ലാ. നീ റഹ്മാനല്ലയോ അല്ലാ, നീ റഹീമല്ലയോ അല്ലാ. അതുകൊണ്ട് നീ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ വിധിച്ചോ ഞാൻ സംതൃപ്തനാണ്, ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണല്ലാ. അതെ, ഇതന്നെ അർത്ഥട്ടോ. അല്ലെങ്കിൽ പനി പിടിച്ചിട്ട് നിസ്കരിക്കാൻ നിൽക്കുമ്പോഴേ അൽഹംദുലില്ലാഹ് കട്ട് ചെയ്യേണ്ടി വരും. കടം വന്ന് കച്ചവടമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ നേരത്ത് നിസ്കരിക്കാൻ വന്ന് നിൽക്കുന്ന നേരത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളതും അർറഹ്മാനിർ റഹീം എന്നുള്ളത് കട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് ഒഴിവാക്കേണ്ടി വരും. എന്നിട്ട് അല്ലാഹു അക്ബർ മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ അങ്ങനെ ഓതാൻ പറ്റുമോ? അങ്ങനെ ഓതാൻ പാടുണ്ടോ? ഏത് വലിയടങ്ങാറിലും ഹലാക്കിന്റെ ഔലുങ്കഞ്ഞിയിലാണെങ്കിലും മര്യാദക്കാണ് ഓതണം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഓതണ്ടേ? സന്തോഷമുള്ള നേരത്ത് മാത്രം ഫാത്തിഹ ഓതുമ്പോൾ അൽഹംദുലില്ലാഹ് ഓതുക, ഇടങ്ങാറുള്ള നേരത്ത് അൽഹംദുലില്ലാഹ് കട്ട് ചെയ്യുക, അത് പറ്റൂലല്ലോ. എന്താ അല്ലാഹ് പറഞ്ഞത്? സദാ മോനെ നീ ഫാത്തിഹ ഓതണം എന്ന് വെച്ചാൽ അല്ലാ എനിക്ക് ആരോഗ്യം തന്നവനായ അല്ലാ, കുറച്ചു കാലമായി നീ എന്നെ രോഗിയാക്കി അല്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എനിക്കിഷ്ടം പോലെ പണം തന്ന അല്ലാ, നല്ല കച്ചവടമുണ്ടായിരുന്ന ഞാനാണ്. വണ്ടി കച്ചവടമല്ല കേട്ടോ, പറഞ്ഞാൽ മെക്കെട്ട് കയറും, അതുകൊണ്ട് വണ്ടി കച്ചവടത്തിന്റെ കേസല്ല നീ പറയുന്നത്. അല്ലാ എനിക്കിഷ്ടം പോലെ സമ്പത്ത് തന്ന അല്ലാ, കുറച്ചു കാലമായി സാമ്പത്തിക മാന്ദ്യത്തിൽ നീ എന്നെ അകപ്പെടുത്തി അല്ലാ. എനിക്കിപ്പോഴും പറയാനുള്ളത് അൽഹംദുലില്ലാഹ്. എനിക്ക് നല്ല പേരും നല്ല മാനമൊക്കെ ഉണ്ടായിരുന്നു നാട്ടില്. പെട്ടെന്ന് പണമില്ലാതെ പ്രതാപമില്ലാതെ നീ എന്നെ നാണം കെടുത്തിയിരിക്കുകയാണ് അല്ലാ. എനിക്ക് പരാതിയില്ല അല്ലാ. എനിക്കിപ്പോഴും പറയാനുള്ളത് അൽഹംദുലില്ലാഹ്. ഇതാണ് അർത്ഥങ്ങൾ. എന്താ വിചാരിച്ച് ഫാത്തിഹ പെട്ടെന്നൊന്നും കഴിച്ചാവില്ല കേട്ടോ. എന്നാ നമുക്കിത് നിർത്തുക, നമുക്ക് ഫാത്തിഹ അങ്ങോട്ട് നിർത്തുക, വേറെ വല്ല കഥയുള്ള സൂറത്തുൽ ഖസസ് നോക്കാം അല്ലേ? നോക്കൂല, ഫാത്തിഹ തന്നെ പറയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നേരം ഉണ്ടെങ്കിൽ ആയുസ് ഉണ്ടെങ്കിൽ നോക്കാം അപ്പുറത്ത്. ആലോചിച്ച സ്റ്റേജിലാണോ ഇപ്പം ഞാനും നിങ്ങളുള്ളത്? ആ സ്റ്റേജിൽ നിന്നിട്ട് ഓതുമ്പോൾ ആ സ്റ്റേജിനാണ് നമ്മൾ സ്തുതിക്കുന്നത്. എത്ര കട്ട പുകയാണെങ്കിലും ശരി അൽഹംദുലില്ലാഹ്. എനിക്കറിയില്ല അല്ലാ, എനിക്കെന്താണ് നല്ലതെന്ന് എനിക്കറിയൂല. ഒരു പക്ഷേ എനിക്ക് രോഗമായിരിക്കാം നല്ലത്, ദാരിദ്ര്യമായിരിക്കാം നല്ലത്, കഷ്ടപ്പാടായിരിക്കാം നല്ലത്, എനിക്കറിയില്ല അല്ലാ. റബ്ബുൽ ആലമീൻ അല്ലയോ നീ, റഹ്മാനും റഹീമും അല്ലയോ നീ, അങ്ങനത്തെ നീ വിധിച്ചതല്ലേ ഇത്. എനിക്ക് പരാതിയില്ല അല്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതന്നെ അല്ലാഹുവിനെ സ്തുതിക്കുക. അവരാ മുഅ്മിനീങ്ങള്. മറ്റേ മുനാഫിക്ക. സുഖം കിട്ടുമ്പോൾ അള്ളാനെ സ്തുതിക്കുക, ഇടങ്ങാറുണ്ടാവുമ്പോൾ അള്ളാനെ മറക്കുക. ധാര സ്വഭാവ
മുശ്രിക്കീങ്ങളുടെയും മുനാഫിക്കീങ്ങളുടെ സ്വഭാവം. മുഅ്മിനീങ്ങൾ എങ്ങനെയെന്ന് അള്ളാഹ് പറയുന്നുണ്ട് ഖുർആനിൽ. മുഅ്മിനീങ്ങൾ എങ്ങനെയെന്ന് അള്ളാഹ് പറയുന്നുണ്ട്. അത്തായിബൂനൽ ആബിദൂനൽ ഹാമിദൂൻ അസ്സായിഹൂനർ റാകിഊനസ് സാജിദൂൻ അൽ ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകരി വൽ ഹാഫിളൂന ലിഹുദൂദില്ലാഹ് വബശ്ശിരിൽ മുഅ്മിനീൻ. 9 ഗുണങ്ങളാണ് അള്ളാഹു ഈ ആയത്തിൽ എണ്ണി പറഞ്ഞത്. ഈ 9 ഗുണങ്ങളുള്ള ക്വാളിറ്റിയുള്ള മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചോളൂ നബിയെ. അവരൊക്കെയാണ്, അവർ റെഡിയാണ്, അവർ സ്വർഗത്തേക്ക് ടിക്കറ്റ് റിസർവ് ചെയ്തവരാണ്. ഇതിൽ അള്ളാഹ് പറഞ്ഞത് വിശദീകരിക്കാൻ നേരല്ല. ആദ്യത്തെ 3 ഏതാണ്? അത്തായിബൂന, ഖേദമുള്ളവർ, കുറ്റം ചെയ്യാത്തവര് നല്ലട്ടോ പറഞ്ഞത്. കുറ്റം ഉണ്ടാവും, കുറ്റത്തിൽ ഖേദമുള്ള തൗബയുള്ളവർ. അല്ലാബിദൂന, അല്ലാഹുവിന് വണങ്ങിക്കൊടുക്കുന്നവർ. വൽ ഹാമിദൂൻ, 3ാമത്തെ യോഗ്യത മുഅ്മിനിന്റെ ഗുണം പറഞ്ഞത്. അൽ ഹാമിദൂൻ, സ്തുതിക്കുന്നവരാണവർ. എപ്പ സ്തുതിക്കുന്നവര്? ഹദ്ഫുൽ മഫ്ഊലി തുഫീദുൽ ഉമൂമ. അത് മുഖ്തസറുൽ മഅനി എന്ന കിതാബിൽ വരും. അത് നമ്മൾ ഓതുമ്പോൾ അവിടെ ഉണ്ടാവും. അത് നിരുപാധികം ഹാമിദൂന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അല്ലദീന യഹ്മദൂനല്ലാഹ തആല അലാ കുല്ലി ഹാൽ, എല്ലാ സന്ദർഭത്തിലും, എല്ലാ അവസ്ഥയിലും, ഏതേതവസ്ഥയിലും, സന്തോഷാകട്ടെ ദുഃഖാകട്ടെ, ഉയർച്ചയാകട്ടെ താഴ്ചയാകട്ടെ, വളർച്ചയാകട്ടെ തളർച്ചയാകട്ടെ, തകർച്ചയാകട്ടെ, യഹ്മദൂനല്ലാഹ അലാ കുല്ലി ഹാൽ, ഇവരാണ് മുഅ്മിനുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ദുആ ഉണ്ടല്ലോ അല്ലേ? എന്താ ദുആ? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വഅഊദു ബില്ലാഹി മിൻ ഹാലി അഹ്ലിൻ നാർ. അങ്ങനെ ദുആർക്കേണ്ടത്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എനിക്കേതവസ്ഥ തന്നാലും അൽഹംദുലില്ലാ. ഇപ്പൊ ഞാൻ കുറച്ച് മശക്കത്തിലാ, കുറച്ച് ഇടങ്ങേറില, കുറച്ച് പ്രതിസന്ധിയില, പരാതിയില്ല, അൽഹംദുലില്ലാ. പക്ഷെ ഒരു ഡിമാൻഡ് അല്ലാഹ്, ഒരു ഡിമാൻഡ് ഉണ്ട് അല്ലാഹ്. വഅഊദു ബില്ലാഹി മിൻ ഹാലി അഹ്ലിൻ നാർ, നരകത്തിലേക്ക് നടന്നു പോകുന്ന ഹാല്, ആ അവസ്ഥ വേണ്ട, അത് വേണ്ട. നരകത്തിലേക്ക് പോകുന്ന ഹാല് അവസ്ഥ, അത് വേണ്ട. അതിനെനിക്ക് അൽഹംദുലില്ലാ പറയാൻ വയ്യ പടച്ചോനെ. ഞാൻ അത്ര വലിയ ആളായിട്ടൊന്നുമില്ല. ഇതല്ലാത്ത എനിക്ക് ഗുണമുള്ള ഏത് ഹാലാകട്ടെ, പൊന്നാര ചങ്ങായിമാരെ, നമുക്ക് ഗുണമുള്ളതാണോ ദോഷമുള്ളതാണോ നമുക്കറിയോ? ഒരു കൊച്ചുകുട്ടി ഐസ്ക്രീമിന് വേണ്ടി വാവിട്ട് കരയാണ്, കരഞ്ഞിട്ട് പൊളിക്കുകയാണ്. തള്ള കൊടുക്കുവോ? ഫ്രിഡ്ജിൽ ഫ്രീസറിന്റെ ഉള്ളിൽ നല്ല ഐസ്ക്രീം ഉണ്ട്, കൊടുക്കുവോ? എന്താ കൊടുക്കാത്തത്? കൊച്ചു അത് കഴിച്ചാൽ ഡേഞ്ചറാണ്, തള്ളക്കറിയാ. നാളെ തന്നെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. കരയും, ഉമ്മച്ചി എന്ത് ക്രൂരത എന്നോട് കാണിക്കുന്നതെന്ന്. പക്ഷെ അത് റബ്ബത്താണ്. ആ തള്ള എന്താണ്? റബ്ബത്താണ്. എന്ത് കൊടുക്കണ്ട എന്ന് തള്ളക്കറിയാം. ഈ കുട്ടിയുടെ അവസ്ഥയാണ് എനിക്കും നിങ്ങൾക്കും. അടിച്ചോനെ ഹലാക്കുന്നൊന്ന് കഴിച്ചിലാക്കി താ അല്ലാ, ഒരു വണ്ടിയെങ്കിലും വിൽക്കാനുള്ളൊരു തൗഫീഖ് താ അല്ലാ. എന്തോരുണ്ട് വീട്ടുമുറ്റത്ത് അല്ലേ? അത് കുറച്ചാലും അവിടെ കിടക്കണം. അതാണ് ഇപ്പം അള്ളാന്റെ ട്രീറ്റ്മെന്റ്. കുറച്ച് കാലം അവിടെ കിടക്കട്ടെ. എടോ നിനക്കതിൽ ഗുണമുണ്ട്. അള്ളാഹ് പറയാൻ, ഏയ് റബ്ബുൽ-ആലമീനും അൽഹംദുലില്ലയും ഇത് പഠിച്ചാൽ തന്നെ നമ്മളെ ജീവിതം ക്ലിയർ ആവട്ടോ, ഉറപ്പ്. ഞാൻ പർവ്വതീകരിച്ച് അതിശയോക്തി കലർത്തി പറയല്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ-ആലമീൻ എന്നാണ് ക്ലിയറായി പഠിച്ചാൽ തന്നെ നമ്മളൊരു 1.5 മുഅ്മിനീങ്ങളും ആകും. അതുകൊണ്ട് നമുക്ക് സ്വർഗ്ഗം കിട്ടും. അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ അല്ലേ? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വനഊദു ബില്ലാഹി മിൻ ഹാലി അഹ്ലിൻ നാർ. അതുകൊണ്ട്
ഫാത്തിഹയിലെ 2ാമത്തെ ആയത്തായ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ മുന്നിൽ സലാം സമർപ്പിച്ചുകൊണ്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് സന്തുഷ്ടനായിക്കൊണ്ട് നിന്നു കൊടുക്കുകയാണ്. ഒരു അടിമേണത്, ഒരു അടിമൻ്റെ ഡ്യൂട്ടിയാണ്. ഒരു പരാതിയില്ല, നീ എന്ത് തന്നോ ഞാൻ ഓക്കെയാണ്, അൽഹംദുലില്ലാ. ഇതാണ് അൽഹംദുലില്ലയുടെ 1ാമത്തെ അർത്ഥം. തീർന്നില്ല, ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ആ അർത്ഥതലങ്ങളിലൂടെയൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്ന് എത്തി നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. യഥാർത്ഥ ഹാമിദീങ്ങളിൽ, സ്തുതിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.